2011 ഏകദിന ലോകകപ്പ് വിജയം നേടിത്തന്ന ധോണിയുടെ മനോഹരമായ സിക്സർ, 2007 T20 ലോകകപ്പ് വിജയം നേടിത്തന്ന ശ്രീശാന്തിന്റെ മനോഹരമായ ക്യാച്ച്, അതേ ലോകകപ്പിൽ ഇംഗ്ലണ്ടിന്റെ ബ്രോഡിനെതിരെ നേടിയ യുവരാജിന്റെ 6 കിടിലൻ സിക്സറുകൾ കേരളത്തിന്റെ ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ച് അവരുടെ ആഭ്യന്തര ടൂർണമെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്തരത്തിൽ ഓർമ്മയിൽ വെക്കാൻ തക്ക വിഷ്വൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും രഞ്ജി ചരിത്രത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു ഫ്രെയിം അവർക്ക് ചില്ലിട്ട് സൂക്ഷിക്കാൻ തക്ക രീതിയിൽ കിട്ടിയിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഇന്നത്തെ ഫൈനൽ പ്രവേശത്തിന് കാരണമായ സൽമാൻ നിസാറിന്റെ ആ ഹെൽമെറ്റിലേക്ക് വന്ന പന്ത് ഇടിക്കുന്ന ആ രംഗം, അതിൽ നിന്ന് പറന്നു പൊങ്ങിയ ആ പന്ത് സ്ലിപ്പിൽ നിന്ന് സച്ചിൻ ബേബിയുടെ കൈകളിലേക്ക് 2 റൺസിന്റെ നിർണായകമായ ലീഡ് നേടി കേരളം ഫൈനലിലേക്ക് യോഗ്യത നേടുന്നു. ശരിക്കും ഒരു ആബ്സല്യൂട്ട് സിനിമ എന്നല്ലാതെ ഇതിനെ വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല. കേരളത്തിന്റെ രഞ്ജി ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ പല ടൂർണമെന്റുകളിലും മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ടെങ്കിലും സെമി ഫൈനലിന് അപ്പുറം കടക്കാൻ കേരളത്തിന് പലപ്പോഴും കഴിഞ്ഞിരുന്നില്ല. നിർഭാഗ്യമൊക്കെ കേരളത്തെ പലതവണയും ചതിക്കുകയായിരുന്നു. എന്നാലും ചില സമയങ്ങളിൽ ഈ നിർഭാഗ്യം ഭാഗ്യമായി കടാക്ഷിക്കാറുണ്ട്. ഇന്ന് ഗുജറാത്ത് ലീഡ് നേടും എന്ന് തോന്നിച്ച സമയത്താണ് സൽമാൻ നിസാറിന്റെ ഹെൽമറ്റ് കേരളത്തിന്റെ രക്ഷകരായി മാറുന്നത്. എന്തായാലും ഈ രംഗം കേരളത്തിന്റെ ക്രിക്കറ്റ് പ്രേമികൾ ഒരിക്കലും മറക്കാൻ ഇടയില്ല. എന്തായാലും സൽമാൻ നിസാറിന്റെ ആ ഹെൽമറ്റിന് നന്ദി. ആരോ കമന്റിൽ പറഞ്ഞതുപോലെ നമുക്ക് ആ ഹെൽമെറ്റ് മ്യൂസിയത്തിൽ ചില്ലിട്ട് വെക്കണം. കാരണം വരാനിരിക്കുന്ന കുറേയധികം ആളുകൾക്ക് ആ ഹെൽമെറ്റിന്റെ കഥ പറഞ്ഞ് കൊടുക്കാനുണ്ട്.